ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ ഭരണഘടനാ ഭേദഗതി എന്ന ടോപ്പിക്കാണ് റിവൈസ് ചെയ്യുന്നത്. അതിൽ 86ാമത് ഭരണഘടനാ ഭേദഗതിയും 91ാമത് ഭരണഘടനാ ഭേദഗതിയുമാണ്. ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ റിവിഷൻ ക്ലാസ് 9ആണ്. ഇതിനു മുൻപുള്ള 8 ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടു റിവൈസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം ഓൾറെഡി നമ്മൾ പഠിച്ച ഭാഗങ്ങളാണ്. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 20ആണെന്നും അതുപോലെ അനുച്ഛേദം 368 ആണെന്നും നമുക്കറിയാം. സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് ഭരണഘടനാ ഭേദഗതി എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത്, അല്ലേ? ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിലാണ് നിക്ഷിപ്തമായിട്ടുള്ളത്? ഇന്ത്യൻ പാർലമെന്റിലാണ്. എന്താണ് ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ലോകസഭ, രാജ്യസഭ, പ്രസിഡന്റ് എന്നിവയെല്ലാം ഉൾപ്പെടുന്നതാണ്. ഇനി 86ാം ഭരണഘടനാ ഭേദഗതിയുടെ പ്രസക്തി എന്താണെന്ന് നോക്കാം. പ്രാഥമിക വിദ്യാഭ്യാസത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതായിരുന്നു പ്രധാന ലക്ഷ്യം, അല്ലേ? പ്രാഥമിക വിദ്യാഭ്യാസത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുക എന്നതായിരുന്നു 86ാം ഭരണഘടനാ ഭേദഗതിയുടെ പ്രധാന ലക്ഷ്യം. 2002 ഡിസംബർ 12-നാണ് 86ാം ഭേദഗതി നിലവിൽ വരുന്നത്. അത് ഏത് പ്രധാനമന്ത്രിയുടെ സമയത്താണ്? അടൽ ബിഹാരി വാജ്പേയിയുടെ സമയത്താണ്. അതുപോലെ ആ സമയത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആരായിരുന്നു? APJ അബ്ദുൽ കലാം ആയിരുന്നു. ഇനി ഒറ്റ നോട്ടത്തിൽ ഈ 86ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ്, എന്തൊക്കെ പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം. ഭാഗം 3, അതായത് മൗലികാവകാശം. മൗലികാവകാശങ്ങളിൽ 21A എന്ന അനുച്ഛേദം കൂട്ടിച്ചേർത്തു. അതുപോലെ ഭാഗം 4 എന്താണ്? മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ആർട്ടിക്കിൾ 45 മാറ്റം വരുത്തി. അതുപോലെ മൗലിക കടമകൾ ഭാഗം 4A-യിൽ 51A K എന്ന കടമ കൂട്ടിച്ചേർത്തു. ഇവയോരോന്നും ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 86ാം ഭേദഗതി പ്രകാരം മൗലികാവകാശം, അതായത് ഭാഗം 3-ൽ വന്ന മാറ്റം എന്താണ്? 21A എന്ന അനുച്ഛേദം കൂട്ടിച്ചേർത്തു, അല്ലേ? മൗലികാവകാശങ്ങൾ ഉൾപ്പെടുന്ന ഭാഗം 3-ൽ ഒരു പുതിയ മൗലികാവകാശമായിട്ട് അനുച്ഛേദം 21A കൂട്ടിച്ചേർത്തു. എന്താണ് 21A-യിൽ പ്രതിപാദിക്കുന്നത്? 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21A. അപ്പോൾ 86ാം ഭേദഗതി പ്രകാരമാണ് മൗലികാവകാശങ്ങളിൽ ഈ മാറ്റം വന്നത്. 21A എന്ന അനുച്ഛേദം കൂട്ടിച്ചേർക്കുന്നു. 21A അനുച്ഛേദ പ്രകാരം 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ, 6-നും 14-നും ഇടയിലുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്യുന്നതാണ്. അതുപോലെ ആർട്ടിക്കിൾ 45-ൽ അതായത് നിർദ്ദേശക തത്വങ്ങളിൽ എന്ത് മാറ്റമാണ് വന്നത്? 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണമെന്നാണ് ആർട്ടിക്കിൾ 45 പറയുന്നത്. അപ്പോൾ ഈ 86ാം ഭേദഗതിക്ക് മുൻപ് 45ാമത്തെ ആർട്ടിക്കിൾ എങ്ങനെയായിരുന്നു? 14 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതായിരുന്നു. 86ാം ഭേദഗതി വന്നതിന് ശേഷമാണ് 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യണം? സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണമെന്ന് ഭേദഗതി ചെയ്യപ്പെട്ടത്. അങ്ങനെയാണ് ആർട്ടിക്കിൾ 45 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പായി മാറിയത്. ക്ലിയർ ആണല്ലോ? ഇനി ഈ 42ാമത് ഭേദഗതിയെക്കുറിച്ച് നമ്മൾ പഠിച്ചു, അല്ലേ? 42ാം ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ആ ഭേദഗതി പ്രകാരമാണ് നമുക്ക് മൗലിക കടമ അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ ആഡ് ചെയ്തത്. അങ്ങനെ 10 മൗലിക കടമകൾ 51A-യിൽ ഉൾപ്പെടുത്തി എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഈ 86ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം മൗലിക കർത്തവ്യത്തിൽ അല്ലെ മൗലിക കടമയിൽ വന്ന മാറ്റം എന്താണ്? 86ാം ഭേദഗതി പ്രകാരം 51A K മൗലിക കടമ കൂട്ടിച്ചേർത്തു, അല്ലെ? 11ാമത് മൗലിക കടമ കൂട്ടിച്ചേർത്തു. 86ാം ഭരണഘടനാ ഭേദഗതിയോട് കൂടിയിട്ടാണ് മൗലിക ചുമതലകൾ അല്ലെങ്കിൽ മൗലിക കടമകൾ എണ്ണം 11 എണ്ണമായി മാറുന്നത് 86ാം ഭരണഘടനാ ഭേദഗതിയിലാണ്. അതായത് അവസാനമായി കൂട്ടിച്ചേർത്തത് 51A K ആണ്. അതെങ്ങനെയാണ്? 6 വയസ്സിനും 14 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളുടെ മാതാപിതാക്കളോ രക്ഷിതാക്കളോ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ ഏർപ്പെടുത്തണം. അത് രക്ഷിതാക്കളുടെ ചുമതലയായി മാറിയത് 51A K-യിലാണ്. അങ്ങനെയാണ് 11ാമത് മൗലിക കടമയായി 86ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 51A K കൂട്ടിച്ചേർക്കുന്നത്. ക്ലിയർ അല്ലേ?
86 ഭരണഘടനാ ഭേദഗതി പ്രകാരം നമ്മുടെ ഭരണഘടനയിൽ 3 മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഭാഗം 3-ൽ ആർട്ടിക്കിൾ 21A കൂട്ടിച്ചേർത്തു. ഭാഗം 4-ൽ 45 എന്ന ആർട്ടിക്കിൾ ഭേദഗതി ചെയ്തു. അതുപോലെ 4A-യിൽ 51A(k) എന്ന 11ാമത് മൗലിക കടമ കൂട്ടിച്ചേർത്തു. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് നമുക്ക് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് അല്ലെങ്കിൽ RTE ആക്ടിനെ കുറിച്ചൊന്ന് നോക്കാം. 21A എന്ന അനുച്ഛേദവുമായി ബന്ധപ്പെട്ടതാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. എന്താണ് ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്? ആർട്ടിക്കിൾ 21A കുറിച്ച് നമ്മൾ പഠിച്ചു. ആർട്ടിക്കിൾ 21A എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 6-നും 14-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21A. ഈ ആർട്ടിക്കിൾ 21A എങ്ങനെ രാജ്യത്ത് നടപ്പാക്കും? ആ നടപ്പാക്കുന്ന രീതിയെ സംബന്ധിച്ച് പാർലമെന്റ് ഒരു നിയമം നിർമ്മിച്ചു. അതാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. ഇനി ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് രാജ്യസഭയിൽ പാസ്സാക്കപ്പെട്ടത് 2009 ജൂലൈ 2 അതുപോലെ ലോകസഭയിൽ പാസ്സാക്കപ്പെട്ടത് 2009 ഓഗസ്റ്റ് 4 പ്രസിഡന്റ് അംഗീകരിച്ചതാകട്ടെ 2009 ഓഗസ്റ്റ് 26. ഈ ഡേറ്റ് ഒന്നും പഠിച്ചില്ലെങ്കിലും റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നിലവിൽ വന്ന ഡേറ്റ് നമ്മൾ പഠിക്കണം. 2010 ഏപ്രിൽ 1. ഏപ്രിൽ ഫുളിൻ്റെ അന്നാണ് അല്ലേ? 2010 ഏപ്രിൽ 1 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നിലവിൽ വന്ന ഡേറ്റ് 2010 ഏപ്രിൽ 1. ഇന്ത്യയുടെ ചരിത്രത്തിൽ പ്രധാനമന്ത്രിയുടെ അഭിസംബോധനയോടുകൂടി നിലവിൽ വന്ന ആദ്യ നിയമമാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2010 ഏപ്രിൽ 1. ഡോക്ടർ മൻമോഹൻ സിംഗ് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ നിയമം നിലവിൽ വന്നതായി അറിയിക്കുന്നത്. ക്ലിയർ അല്ലേ? നല്ലൊരു ചോദ്യമാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് നമ്മുടെ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ നിയമം പാസ്സാക്കിയതായി അറിയിക്കുകയായിരുന്നു. ഡേറ്റ് ഓർത്ത് വയ്ക്കുക. 2010 ഏപ്രിൽ 1 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നിലവിൽ വന്നു. ഇനി നമുക്ക് 91ാം ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് നോക്കാം. 52ാം ഭേദഗതി പ്രകാരം നിലവിൽ വന്ന കൂറുമാറ്റ നിരോധന നിയമം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് 91ാം ഭരണഘടനാ ഭേദഗതിയുടെ പ്രധാന ലക്ഷ്യം. 2003-ലാണ് 91ാം ഭരണഘടനാ ഭേദഗതി പാർലമെന്റിൽ അവതരിപ്പിച്ചതും അതുപോലെ അംഗീകരിക്കപ്പെട്ടതും. ഇത് നിലവിൽ വരുമ്പോഴുള്ള പ്രധാനമന്ത്രിയായിരുന്നത് AB വാജ്പേയിയും അതുപോലെ APJ അബ്ദുൽ കലാമായിരുന്നു പ്രസിഡന്റ്. നിലവിൽ വന്ന വർഷം 2004 ജനുവരി 1-നാണ്. 91ാം ഭരണഘടനാ ഭേദഗതി പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതും അംഗീകരിക്കപ്പെടുന്നതും 2003-ൽ. അത് നിലവിൽ വരുന്നത് 2004 ജനുവരി 1. നിലവിൽ വരുമ്പോഴുള്ള പ്രധാനമന്ത്രി AB വാജ്പേയി, പ്രസിഡന്റ് APJ അബ്ദുൽ കലാം. കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും മന്ത്രിമാരുടെ എണ്ണം ലോകസഭയുടെ 15% കൂടാൻ പാടില്ല എന്ന വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതിയാണ് 91ാം ഭേദഗതി. കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും മന്ത്രിമാരുടെ എണ്ണം അധോസഭയുടെ അല്ലെങ്കിൽ ലോകസഭയുടെ 15% കൂടാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതിയാണ് 91ാം ഭേദഗതി. എന്നാൽ ഒരു സംസ്ഥാനത്ത് ഏറ്റവും കുറഞ്ഞത് 12 മന്ത്രിമാർ ഉണ്ടായിരിക്കണം എന്നും ഈ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. ഓക്കെ, കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും മന്ത്രിമാരുടെ എണ്ണം ലോകസഭയുടെ 15% കൂടാൻ പാടില്ല. എന്നാൽ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ മന്ത്രിമാരുടെ എണ്ണം 12-ൽ കുറയാനും പാടില്ല. ഓക്കെ, 12 എണ്ണത്തിൽ കുറയാൻ പാടില്ല. എന്നാൽ കേന്ദ്രത്തിലാണെങ്കിലോ ലോകസഭയുടെ 15% കൂടാനും പാടില്ല. സംസ്ഥാനങ്ങളിലും അങ്ങനെ തന്നെയാണ്, പക്ഷെ അവിടെ എണ്ണം കൂടി എടുത്തു പറയുന്നുണ്ട്. എങ്ങനെയാണ്? മന്ത്രിമാരുടെ എണ്ണം 12-ൽ കുറയാൻ പാടില്ല. PYQ ആണ് കേട്ടോ. നമ്മൾ പറഞ്ഞു 52ാം ഭേദഗതി പ്രകാരം നിലവിൽ വന്ന കൂറുമാറ്റ നിരോധന നിയമം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് 91ാം ഭരണഘടനാ ഭേദഗതിയുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 91ാം ഭേദഗതി പ്രകാരം കൂറുമാറ്റ പരിധിയിൽ ഉൾപ്പെട്ടുകൊണ്ട് സഭാംഗത്വം നഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് മന്ത്രിയാകാൻ അദ്ദേഹം അയോഗ്യനാണ് എന്നുകൂടി പറയുന്നുണ്ട്. 91ാം ഭേദഗതി പ്രകാരം കൂറുമാറ്റ പരിധിയിൽ ഉൾപ്പെട്ടുകൊണ്ട് സഭാംഗത്വം നഷ്ടപ്പെട്ട വ്യക്തി മന്ത്രിയാകാൻ അയോഗ്യനാണ്. അതുപോലെ 91ാം ഭേദഗതി പ്രകാരം പറയുന്ന മറ്റൊരു കാര്യം, പൊതുഖജനാവിൽ നിന്ന് ശമ്പളം അനുവദിക്കുന്ന ഒരു പദവിയിലും കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കപ്പെടുന്ന വ്യക്തിക്ക് അലങ്കരിക്കാൻ സാധിക്കില്ല. 91ാം ഭേദഗതി പ്രകാരം പൊതുഖജനാവിൽ നിന്ന് ശമ്പളം അനുവദിക്കുന്ന ഒരു പദവിയും കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കപ്പെടുന്ന വ്യക്തിക്ക് അലങ്കരിക്കാൻ സാധിക്കില്ല. ഓക്കെ,
പൊതുഖജനാവിൽ നിന്നും ശമ്പളം അനുവദിക്കുന്ന ഒരു പദവിയും ഈ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കപ്പെട്ട വ്യക്തിക്ക് ഏറ്റെടുക്കാനായിട്ട് സാധിക്കില്ല എന്ന്. അതുപോലെ 1985 ഈ 52-ാം ഭരണഘടനാ ഭേദഗതി വരുന്നത്. അപ്പോൾ ഈ 52-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം എങ്ങനെയാണെന്ന് വെച്ചാൽ 2 രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ലയിക്കുവാണെങ്കിൽ അതിൽ നിന്നും വിട്ടു നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിലെ അംഗങ്ങൾ കൂറുമാറ്റ പരിധിയിൽ വരില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ നമ്മുടെ ഈ 91-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇത്തരത്തിൽ 2 രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ലയനം സംഭവിക്കുകയാണെങ്കിൽ അതിൽ നിന്നും വിട്ടു നിൽക്കുന്ന അംഗങ്ങൾ എന്ത് ചെയ്യും? കൂറുമാറ്റ പരിധിയിൽ ഉൾപ്പെടും. അതുപോലെ അവർ അയോഗ്യരാക്കപ്പെടുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് 91-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നമ്മൾ പഠിക്കേണ്ടത്. ഇതിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും മന്ത്രിമാരുടെ എണ്ണം നമ്മൾ പറഞ്ഞുവല്ലോ 15% കൂടാൻ പാടില്ല എന്ന്. അങ്ങനെ വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണെന്നുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. 91-ാം ഭേദഗതി. പിന്നെ 86-ാം ഭേദഗതിയിൽ നിന്ന് റൈറ്റ് ടു എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഈ 86-ാം ഭേദഗതി പ്രകാരം എന്തെല്ലാം മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഭാഗത്തൊരു 2-3 ഭരണഘടനാ ഭേദഗതി കൂടി പഠിക്കേണ്ടതുണ്ട്. തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്കത് ചെയ്യാം. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൻ്റെ രൂപത്തിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.